പരമപിതാവേ കേൾക്കണമേ, ഏഴകളിൽ പ്രാർത്ഥനകൾ. ആമേൻ. പരമപിതാവേ കേൾക്കണമേ, ഏഴകളിൽ പ്രാർത്ഥനകൾ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 33-ാം സങ്കീർത്തനത്തിന്റെ 8 മുതലുള്ള 11 ഭാഗങ്ങളെ നമുക്ക് വായിക്കാം. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ആമേൻ. നമ്മൾ ഓർക്കും, നമ്മൾ അറിഞ്ഞ ഈ സത്യം നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ. പ്രത്യേകമായിട്ട് എന്നെപ്പോലെ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യേശുവേ സ്തോത്രം. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള കൃപയും കർത്താവ് ദാനമായി തന്നോണ്ടാണ് നമ്മളെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഈ വലിയ സത്യം അനുഭവിച്ച് ഈ കൃപയും അറിഞ്ഞ് ഈ ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മളും ആഗ്രഹിക്കും, കർത്താവേ, ഞാൻ അറിഞ്ഞ ഈ സത്യം എൻ്റെ കുടുംബം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടപ്പെട്ടവരറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി 91 ജനുവരി മാസം 9-ാം തീയതി എൻ്റെ കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് സൗഖ്യത്തോടെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു എന്ന് വെച്ചാൽ കിടക്കയിൽ കിടക്കുന്ന എന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇന്ന് വരെ സംഭവിക്കുമ്പോൾ സ്തോത്രം, എൻ്റെ ഭവനത്തിലുണ്ടായ അനുഭവങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിരുന്നു. സൗഖ്യം ഉണ്ടായതിൽ ഏറ്റവും അധികം നന്ദിയും കടപ്പാടും എൻ്റെ മാതാപിതാക്കൾ കാണിച്ചുവെങ്കിലും കുരുടനായി പിറന്നവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ചാർച്ചക്കാരെ കോർത്ത് ഭയപ്പെട്ട് ഒരു മറുപടി പറഞ്ഞതുപോലെ സൗഖ്യം കിട്ടിയെന്ന് അറിയാം. പക്ഷേ യേശുവാണ് സൗഖ്യം തന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അന്ന് എൻ്റെ മൂത്ത സൗകര്യം വിവാഹം കഴിക്കാനുണ്ട്. സമുദായത്തിലൊക്കെ നന്നായിട്ട് ഞാനും പ്രവർത്തിച്ചൊരു കാലമുണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എല്ലാവരും നല്ല സ്നേഹത്തോടെ സഹകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ കൃപ കിട്ടിയപ്പോൾ എനിക്കത് ആ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഏറ്റവും അധികം തടസ്സമുണ്ടായി. ഇറക്കി വിടുന്നൊരു അനുഭവമായിരുന്നു. എൻ്റെ മാതാപിതാക്കളെയും സഹോദരിമാരെയും അച്ചാച്ചനെയും അമ്മച്ചിയെയും ദൈവം എനിക്ക് തന്ന എല്ലാവരെയും, എനിക്കായിട്ട് ദത്ത് നിൽക്കാൻ തന്ന വീടും സ്ഥലവും എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തിട്ട് ഒറ്റയ്ക്കിറങ്ങി. പക്ഷേ ദൈവമക്കളെ ധിക്കരിച്ചിറങ്ങിയതല്ല. യേശു കർത്താവിൻ്റെ വിളി കേട്ടാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. താമസിച്ചില്ല, അധികം താമസിച്ചില്ല. ഒരു 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എന്നോടൊപ്പം വേല ചെയ്യുന്നു. എനിക്ക് 3 ചേച്ചിമാരുണ്ട്. എൻ്റെ ചേച്ചിമാരും കുടുംബമായിട്ട് എല്ലാവരും അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കൂടെ നിന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. അപ്പനും അമ്മയും മരിക്കുന്ന നാൾ വരെ അവരും കർത്താവിന് വേണ്ടി ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വെച്ച് നോക്കുമ്പോൾ സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. ഈ ദൈവസ്നേഹം എല്ലാവർക്കും അറിയാൻ ദൈവം ഇടയാക്കട്ടെ. അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് മറ്റുള്ള എല്ലായിടങ്ങളിൽ നിന്നും പോരാട്ടം അനുഭവിച്ചുകൊണ്ടും ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നിങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടു വന്ന ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ചേർക്കേണ്ടവരെ ചേർത്ത് തന്നെ നിർത്തിക്കൊള്ളും. കാരണം അവരെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അരുളി ചെയ്തത് മാത്രമാണ്. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ സ്ഥാപിതമായത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല സാക്ഷ്യത്തിനായി നമ്മളെല്ലാവരും എടുത്ത് ഉപയോഗിക്കട്ടെ. ഇനിയും സാക്ഷി പറയാൻ കർത്താവ് ഒരുക്കട്ടെ. കാരണം യഹോവയുടെ പ്രവൃത്തികൾ അത്യത്ഭുതമാണ്. യേശുവേ സ്തോത്രം. ആ മഹത്വമുള്ള വേല ചെയ്യുവാൻ എല്ലാ ദൈവമക്കളെയും കർത്താവ് ഒരുക്കട്ടെ. സ്തോത്രം കർത്താവേ. കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നോളം ദൈവം നടത്തിയ നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയൻ അനുഭവിക്കുന്ന ഈ ആത്മ സന്തോഷം കർത്താവേ, ലോകത്ത് അടിയങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടതിന്, എല്ലാ മക്കളും ദൈവകൃപ അനുഭവിക്കേണ്ടതിന്, എല്ലാ മാതാപിതാക്കളും എൻ്റെ കർത്താവേ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന്
കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. എന്താ കർത്താവെ, അവിടുത്തെ അരുളപ്പാടിൽ സംഭവിച്ചത് മാത്രമാണ് കർത്താവെ. യേശുവേ സ്തോത്രം. അങ്ങ് കൽപ്പിച്ചപ്പോൾ സ്ഥാപിതമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അതിനോട് വെല്ലുവാൻ ഈ ലോകത്തൊരു ശക്തിക്കും ആവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. അത്ര വലിയവനായ ദൈവത്തെ കർത്താവെ ആരാധിപ്പാൻ അത്ഭുതവും അതിശയമായി വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് സ്തോത്രം. എന്നോടൊപ്പം ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, ഈ സത്യം അറിയേണ്ടതിന്, ഈ ആത്മാവിൻ്റെ സ്നേഹം അനുഭവിക്കേണ്ടതിന് ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.